യശുക്കുട്ടിയെ രാവിലെ എന്താ കഴിക്കണേ? ബൗളിൽ തന്നെ ഇട്ട് കഴിക്കുന്നേ? ആ പാല് പിന്നെന്നാ? 2-3 ദിവസമായിട്ട് നല്ല കട്ടി തിരക്കായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റുന്നത് പോലത്തെ മനസ്സിലാവും. ചിക്കുവിന് ഡ്യൂട്ടി, എനിക്ക് ഡ്യൂട്ടി, അതിലേക്ക് വീട്ടിലെ കാര്യങ്ങള്, വീട്ടിലെ ഷിഫ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിരുന്നു. അതെന്നാ അതിനെന്താ കോൺഫ്ലെക്സ് പറഞ്ഞേ? ചീസാണോ? ചീസ് കഴിച്ചിട്ട് 2 ദിവസമായിട്ട് അവന് ചീസ് കൊടുത്തില്ലായിരുന്നു. അയ്യോ 2 പീസ് ഉണ്ട്. അത് കഴിച്ചോ. യശുക്കുട്ടി നല്ലതാണോ? യമ്മിയാണോ? ചീസ് ആള് സ്ഥലമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി. കാരണം ഇനിയിപ്പം ഞങ്ങളെല്ലാവരും ഇനിയിപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും സ്കൂളിൽ പോകുന്ന സമയമാണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ട് പുതിയ ബെഡ് വാങ്ങുന്നോളം വരെ ജസ്റ്റ് ഷെയർ ചെയ്യുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവിടെ കട്ട പോയാവും. മറ്റേ ഇന്നലെ അതെ അവിടെ എല്ലാം കിടക്കുന്നത്. പപ്പ പുതിയ ബെഡ് വാങ്ങുന്നോളം വരെ ഇവിടെ കിടക്കുന്നുള്ളൂ. അതിന് ജോലിക്കൂടി ഇപ്പൊ എന്നാ പറ്റിയത് രാവിലെ? അത് നല്ല ചൂടുണ്ടായിരുന്നു. ഇന്നലെ ചൂടുണ്ടായിരുന്നോ? ഇന്നലെ ഇച്ചിരി ചൂടുണ്ടായിരുന്നു രാത്രിയില്. കഴിച്ചു. വീണ്ടും നമ്മുടെ നോർമൽ റൊട്ടീനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ ഈ ആഴ്ച കൊണ്ട് എല്ലാവരും വരണം. അടുത്ത ആഴ്ച മുതൽ നമ്മൾ നോർമൽ എല്ലാ ദിവസവും രാവിലെ എണീക്കണം. ഇപ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണീക്കുന്നത് ഇപ്പൊ ഇച്ചിരി ബെറ്റർ ആയി വരുന്നുണ്ട് അല്ലേ? ഇന്ന് എത്ര മണിക്ക് എണീറ്റേ? ഇന്നോ 10 മണിയായി. ഈ ശീലമൊക്കെ മാറ്റണം നമ്മള്. മാളുവിന്റെ റൂം ഇങ്ങോട്ടാക്കി ചേഞ്ച് ചെയ്തു. ഇതാകുമ്പോൾ കുറച്ചും കൂടെ വലിയ റൂമാണ്. അപ്പം ചക്കിക്കും മാളിനും ഒരുമിച്ച് കിടക്കാൻ പറ്റും. എസക്കുട്ടി എങ്ങനെ ഇടുന്നേ? മോളെ എങ്ങനെ ഇടുന്നേ? അങ്ങനെയാണല്ലേ? മത്തങ്ങയിലൊക്കെ അത്യാവശ്യം കായൊക്കെ ആയിട്ടുണ്ട്. കുറേ കായുണ്ട് കേട്ടോ. ഇന്ന് ചെറിയ മഴ പോലത്തെ ഒരു വെതറാണ്. പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കാൻ വെച്ചു പിള്ളേർക്ക് ചിക്കനുണ്ട്. അപ്പം അവർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും കഴിച്ചോളും. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് പസ്ത പുഴുങ്ങി പിന്നെ വെജിറ്റബിൾസ് നമ്മൾ ബട്ടറിനകത്ത് അത്യാവശ്യം വേവിച്ചെടുത്തു. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഫുഡ് ക്രീം ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ സെപ്പറേറ്റ് വെച്ചേക്കുവാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ മതി. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇങ്ങോട്ട് വന്നിട്ട് ചേർക്കാം. 1:30 ആയപ്പോഴേക്കും രാവിലെ അത്യാവശ്യം എല്ലാ പരിപാടികളും കഴിഞ്ഞു. നല്ലതാണോ ജോലിക്കുട്ടി? എല്ലാ ദിവസവും ചോറായാൽ മടുപ്പാണ്. ആള് കഴിച്ചു. നല്ലതാണോ ചെക്കി? പസക്ക് ടേസ്റ്റ് ഉണ്ടോ മോള്? ടാറ്റയാണോ? ഓ ഡോറടിച്ചില്ല അമ്മ. എങ്ങനെയുണ്ടായിരുന്നു ഡ്യൂട്ടി? എങ്ങനെയുണ്ടായിരുന്നു ഡ്യൂട്ടി? കുഴപ്പമില്ല, നല്ല തിരക്കായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നമ്മള് ഉള്ള മൽപ്പിടുത്തമാണ് ഈ കാണുന്നത്. ഉണ്ടാക്കി കഴിച്ചിട്ട് എല്ലാവരുടെ കാര്യങ്ങളെല്ലാം രാവിലെ എല്ലാ കാര്യങ്ങളും നടത്തി. പിന്നെ രാവിലെ നമുക്ക് ചോറുണ്ടായിരുന്നു ഉച്ചത്തേക്കുള്ള. ഉപ്മാവും കറിയാക്കാന്ന് വിചാരിച്ചു, ഇറച്ചിക്കറിയാക്കാന്ന് വിചാരിച്ചു. ഉണ്ടായ പുറത്ത് നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. ചക്കിയുടെ കൂട്ടുകാരി കൊച്ചു കൊണ്ടുവിടാൻ വന്നിട്ട് പോയി.
എപ്പൊ പോയതായിരുന്നു ചക്കി കളിക്കാൻ? ഹലോ, എപ്പോഴായിരുന്നു കളിക്കാൻ പോയേ? ആണോ, 2:30. എന്നാണോ ചൂണ്ടിട്ടത്? അവനത് പേടിയെന്നും പറഞ്ഞോണ്ട് കൊച്ചിന് ഇത് തന്നെ കാണിച്ചോണ്ട് മറ്റേ ചക്കിക്ക് ഇത് ഗിഫ്റ്റും കിട്ടിട്ട് ഞാൻ ചക്കിക്ക് പേ ചെയ്തു എനിക്ക് ഇത് തരാം. സോ എനിക്കപ്പോ ഇത് സ്വന്തം. എടാ നാന്നല്ല ഞാൻ എന്നോ പറയാവോ? പറഞ്ഞേ ഞാൻ. കുട്ടീനെ ഇനി മലയാളം പഠിപ്പില്ല. ഇവനെ മലയാളം പഠിപ്പിക്കാനായിട്ട് എസക്കുട്ടി മലയാളം പറയുന്നു. ഞാൻ മാളു റൂമിലാ. മറ്റേ ബെഡ് നോക്കാൻ പോയി. ഇല്ല കണ്ട മാള് അടുത്തായി. ഒത്തിരി ദൂരേക്കിന് മാളിനെ വിളിച്ചോണ്ട് പോകണ്ട. നീ വലിയ ബെഡുകളോട് ചക്കിയും കൂടെ പിന്നെ ചക്കിയും മറന്നുപോയോ ഡ്രസ്സിന്റെ അടുത്തേക്ക്? ഡ്രസ്സ് നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമാട്ടിൽ തന്നെയാണ് നമ്മുടെ പരിപാടികൾ. ഇന്നലെ ഷിഫ്റ്റിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് മുഴുവൻ തിരക്കായിരുന്നു. ഇനിയിപ്പോ ഡ്രസ്സുകളൂടെ കൂടെ മാറ്റാണല്ലോ അല്ലേ? എന്റെയും ചക്കിയുടെയും കൂടെ. നിങ്ങളുടെ എല്ലാം മാറ്റിയെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ വെക്കേഷനൊക്കെ എല്ലാവരുടെയും ഞങ്ങളുടെ ഓൾറെഡി തീർന്നു. പിന്നെ ഒരാഴ്ച കൂടെ ഉണ്ട്. എനിക്കൊരാഴ്ച കൂടെ ഉണ്ട്. ചിക്കുവിന് എത്ര ദിവസമുണ്ട്? എനിക്കും ഓൾമോസ്റ്റ് ഒരാഴ്ച ഉണ്ട്. അപ്പോൾ പിള്ളേരും കൂടെ എവിടെയൊക്കെ പോകാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുടങ്ങാം, എല്ലാവർക്കും തുടങ്ങുമല്ലേ. എനിക്ക് ചിക്കുവിന് യസക്കുട്ടി, ജോണിക്കുട്ടി, ചക്കി, വാളു. അപ്പം അതുകൊണ്ട് നമ്മളുള്ള സൗകര്യം ഉള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ റൂമെല്ലാം ഇന്നലെ ആ പരിപാടികളെല്ലാം തീർന്നു. ഇനി ഡ്രസ്സ് അടുക്കി വെക്കുന്ന കാര്യങ്ങളാണ്. ഓൾറെഡി എൻ്റെയും കഴിഞ്ഞു, മാളുവിൻ്റെ കഴിഞ്ഞു, യസക്കുട്ടിയുടെ കഴിഞ്ഞു. ഇനി ജോണിക്കുട്ടിയുടെയും ചക്കിയുടെയും ചിക്കുവിൻ്റെയാണ്. ജോണിക്കുട്ടിയുടെ ഉണ്ടല്ലേ? ചിക്കുവിൻ്റെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞാൽ തീർച്ചയായും. ഗോ എന്ന് പറഞ്ഞ എന്തോ ടോയ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കൊടുത്തേ. യസക്കുട്ടിനെ ഇറങ്ങി വന്നു കഴിയുമ്പോഴേക്കും നൈസായിട്ട് അത് ഡോറും അടച്ചു. ആണോ മാളും? സാധനം കാണിച്ചേ, അവനെ കടിച്ച സാധനം കാണിച്ചേ. എന്ത് ചെയ്ത്? ഞാനിത് മറന്നു. ഇനി കൊടുക്കരുതട്ടെ ഇങ്ങനെ റബ്ബറുള്ള. അതിന് നീ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ കിടക്കണ എന്തിനാ ചോടിക്കുട്ടി? ഇതാണെങ്കിൽ നല്ലാത്ത ബൗൺസ് ചെയ്യണ ബോളല്ലായിരുന്നോ? മൂൺ ബോൾ. ആ ഓക്കെ, ബൗൺസോ. പക്ഷെ എന്നാലും അതിന്റെ അകത്ത് നല്ലൊരു ചങ്ക് കഷ്ണം അവൻ കടിച്ചെടുത്തു. കൈ സൈഡ് മുട്ടിയതിന് വേദനിച്ചു വിളിക്കും. മുട്ടി വേദന എടുത്തു അമ്മയ്ക്ക്. താഴെ അല്ല, എന്റെ കൈ അവിടെ തട്ടി മുറിഞ്ഞപ്പോഴേ പെട്ടെന്ന് മുറിഞ്ഞ അയ്യോ വെച്ചോ. പിള്ളേരെല്ലാം ഓടി വന്നേ. അപ്പോഴേക്കും തണുത്ത വെള്ളത്തിൽ മുക്ക് ഞെക്കി പിടിക്കാന്നൊക്കെ പറയണ്ടോ. ഒരാൾ കാലിനുണ്ടെങ്കിൽ അള്ളി കെട്ടിപ്പിടിച്ചിരിക്കുക. എന്നിട്ട് ചക്കി എടുത്ത് എന്റെ കയ്യിലോട്ട് വന്നേ. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. കൈ ഊരിപ്പോകുന്ന അങ്ങനെ പൊക്കല്ല. പണ്ടങ്ങനെ ചക്കിനെ പൊക്കിയതാ. എന്താ വേണ്ടേ? ചക്കിയുടെ കൈ ഊരിപ്പോയതാ. ഇല്ല വെക്കുന്നില്ല കേട്ടോ. ചേച്ചി പാട്ട് പാടിത്തരും. ചേച്ചി പാടിത്തരും. കാർട്ടൂൺ പാട്ട് ചേച്ചി പാടും. ഉപ്പുമാവ് പ്ലാൻ ചെയ്ത് ചട്ടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ മാറ്റി അത് പിന്നെ പുട്ടാക്കി. പുട്ടപ്പോ റവ വറുത്തു. അതിൻ്റെ കൂടെ നമ്മൾ റാഗിപ്പൊടിയും കൂടെ ഇട്ടിട്ടോ വറുക്കുന്നത്. എന്തിനാടാ കൂവണേ? അവൻ പാല് കുടിക്കാനാണ്. ഇത്രയും മണിക്കൂർ മാറിയില്ല, അതുകൊണ്ടാ. ഹാളണ്ടിന്റെ വലിയ ഫാനാണ്. അത് പാസ് ഇട്ടാ ലൂസായത്. ഹലോ ഹലോ ആ കല്ല് എന്നാ നല്ല മഴ. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. ചുമ്മാ ചിരിച്ചോണ്ടിരിക്കാ. പുറത്തേക്ക് നോക്കിയേ, കണ്ടോ മഴ വീഴുന്നുണ്ടോ? ആ ഇതുണ്ടോടാ മഴ വീണ് നോക്കിയോടാ. മഴ കാണാത്ത പോലെ.
മുമ്പ് മഴ കണ്ടിട്ടില്ലേ? കഷ്ടപ്പെടുന്ന എടാ ഇളക്കല്ലേടാ. കണ്ട നല്ല രസമല്ലേ? നമ്മളിവിടുന്ന് മഴ ആസ്വദിക്കുമ്പോ പപ്പ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുവാന്ന്. ആണോ? പപ്പ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുവാണോ? ഞാൻ കൊച്ചിന് പാല് കൊടുക്കാനായിട്ട് വന്നപ്പോ പുട്ടിന്റെ പൊടി ഒന്ന് ഇളക്കാൻ പറഞ്ഞു. അമ്മേ, പുട്ടിന്റെ പൊടി ഇളക്കുന്ന സമയം എന്നെ ഇവര് വിട്ടിട്ടുണ്ട്. അതെ, ഇങ്ങോട്ട് നോക്ക്, ഓരോ പരിപാടികൾ നോക്ക്. അത് മതി. ആ, ഇതാണ് നല്ല പരിപാടി. കഷ്ടപ്പെടുവാണല്ലോ ഇങ്ങോട്ട്. തേങ്ങ ചെണ്ണ എടുക്കുമ്പോ ഒരു കടി കടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. ഒരു കടിയല്ലല്ലോ ഇതിപ്പോ, ഒരു മറ്റേ തേങ്ങ പകുതിയല്ലോ. കൂർക്കയിട്ട പോർക്ക് കറി കേട്ടോ. നമ്മൾ ജസ്റ്റ് വേവിച്ചതേ ഉള്ളൂ. ഇനി അത് കടുക് പൊട്ടിച്ചെടുക്കണം. അതിൻ്റെ റെസിപ്പി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്പൈസിയത്തിൻ്റെ പോർക്ക് മസാല ഉണ്ട്, വേറെ ഒന്നുമില്ല. പോർക്ക് മസാല ഇട്ട് ഇതിനകത്ത് ഇടുക. നമ്മൾ മേടിച്ച് ഫ്രോസൺ കൂർക്ക ഉണ്ടായിരുന്നല്ലോ, മറ്റേ ജയിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത്. അത് ഒരുമിച്ചിട്ട് വേവിച്ച് ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ചെടുക്കും. അപ്പം റാഗിപ്പുട്ടും കൂർക്കയിട്ട പോർക്കും. റെസിപ്പി ചോദിക്കുന്നവർക്ക് സ്പൈസിയത്തിൻ്റെ പോർക്ക് കറിയുണ്ട്. 1 കിലോയുടെ പാക്കറ്റ്, വേറെ ഒന്നുമില്ല. ഇതിനകത്തെല്ലാം ഉണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, മസാല എല്ലാം കൂടെ ഉള്ളത്. 3 കിലോയ്ക്ക് നമ്മൾ 2 പാക്കറ്റായിട്ട് ചേർത്തോളൂ. 2 പാക്കറ്റ് ചേർത്തുള്ളൂ. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 പാക്കറ്റ് ചേർക്കണം. പക്ഷെ നമുക്ക് അത്രയും കടുപ്പം വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി എന്നിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. ഞാൻ അത് കടി പൊടിച്ചെടുക്കാം. പക്ഷെ നാട്ടിലെ കറി ഇട്ടിട്ട് അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത്രയും തന്നെ ചേർക്കണേ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യണം. ആയോ? ഓക്കെ, താങ്ക് യു. മഴയല്ലേ? ഇവിടെ മഴ പെയ്തിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് റോഡിൽ കൂടെ. ഇവിടെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ഭയങ്കര സ്റ്റുപ്പിഡിറ്റി. ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് പറയാതെ തന്നെ നാടാവണ ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് 4-5 കണ്ടാ പഠിക്കുന്നതെന്ന് തോന്നും. അപ്പം നമ്മുടെ കസിൻസ് പിന്നെ പുറത്ത്, കസിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയുടെ റിലേറ്റീവ്സ് ഒക്കെ പുറത്തുള്ളവരുണ്ടല്ലോ, ഗൾഫിലുണ്ട്. പിന്നെ അത് തന്നെ ഓരോരുത്തരും ഫോറിന് പോകുകയല്ലേ. അപ്പം എൻ്റെ വിചാരം ഈ മണ്ണും ചെടിയും ഇതൊക്കെ നമ്മുടെ ഭൂമിയിൽ അവിടെ മാത്രമേ ഉള്ളൂ, നമ്മൾ താമസിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ വിമാനത്തെ കയറി പോയല്ലേ, അപ്പൊ അവരെല്ലാം ആകാശത്തോട്ടാണല്ലോ. സത്യം, ഞാൻ അങ്ങനെയായിരുന്നു കുറെ കാര്യം. എനിക്കറിയത്തില്ലായിരുന്നു അവര് പോകുന്നത് അങ്ങനത്തെ ഒരു ചിന്ത. ഞാൻ അത്രയും സ്റ്റുപ്പിഡായിരുന്നു. പണ്ട് ശരീരം വളർന്നിട്ടുള്ളൂ. അല്ല, കുഞ്ഞായിരുന്നു, ചെറുതാ. സ്കൂളിൽ പഠിക്കുമ്പോഴേ, സ്കൂളിൽ നിന്നല്ല, കുഞ്ഞ് ഇതായിരുന്നപ്പോ. ഞാൻ ആരോടും പുറത്താരോടും പറയല. എന്നിട്ട് ഇപ്പൊ നോക്കിയ സോഷ്യൽ മീഡിയയിൽ വെള്ളം കുറച്ച് കൂടിപ്പോയി. എന്നാലും മാനേജ് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് ഒറ്റ സ്റ്റീമറിനകത്ത് കയറ്റി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്റ്റീമറിൽ ആവി കയറ്റിയപ്പോൾ അത് ഇങ്ങനെ വന്നിട്ടോ. പുട്ട്, പക്ഷെ പുട്ടിന്റെ പാത്രത്തിൽ ഉണ്ടാക്കിയ എല്ലാം ഒരു പക്ഷെ നല്ല ആട്ടത്തിന് നല്ല പണി എളുപ്പത്തിൽ കഴിയും. കൂർക്കയിട്ട പോർക്ക് കറി. നിങ്ങൾക്ക് അവർക്ക് ജോണുകുട്ടിക്ക് ടെക്നിക്കലി ഫുൾ റൂം സ്വന്തം. നാട്ടിലില്ലേ ഇങ്ങനത്തെ എന്തോ ഒരു മാട്രസ് ഇതുപോലെ എയർ ടൈറ്റ് ചെയ്തത് കുഞ്ഞു റൗണ്ടാണ്. സ്റ്റോപ്പ് നൗ. എമ്മ മാട്രസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ടല്ലോ. എവിടെ വെച്ച് വിടർത്തിയിടുന്നേ? അല്ല, ഇപ്പൊ എവിടെയാ വിടർത്തിയിടുന്ന? എവിടെയാ? അവിടെ ഓപ്പൺ ചെയ്താലോ? അത് ഇവിടുന്ന് കൊണ്ടുപോകണ്ടേ? ഈ ഓപ്പൺ ചെയ്തപ്പോ തള്ള പറഞ്ഞു ഇതേ കറക്റ്റ് വെക്ക്. എടാ, പൊക്കി അങ്ങോട്ട് നീട്ടി വെക്കടാ. ഈ ഓപ്പൺ ചെയ്തപ്പോഴേക്കും വീർത്തേ നോക്ക. 15 വർഷം ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഈ ടെക്നിക്ക് കാരണമായിരിക്കില്ല ഇതിന് കുഴപ്പമില്ലാത്തത്. ബെഡ് വരാൻ സമയം എടുക്കും. നമ്മൾ ഫ്ലോറിലാണ് ഇപ്പൊ ബെഡ് സെറ്റ് ചെയ്തേക്കുന്നത് പിള്ളേർക്ക്. അയ്യോ, ഇതെന്നെ എന്താ? പപ്പ കൂട്ടിലിട്ട് അടച്ചു. എനിക്കൊരു 10 മിനിറ്റ് മസാജ് തരാം. പുറത്തൊരു മസാജ്. ഭയങ്കര പുറമേനെ പൊട്ടിക്കില്ലടാ. ലൈറ്റ് ഇടേ. 10 മിനിറ്റ് ഞൊട്ടോടിക്കണ പുറത്തെ. എഴുന്നേറ്റ് അടക്കും. ഞാൻ പറയായിരുന്നു കട്ടില് വാങ്ങണം, ഭയങ്കര രസം ഇങ്ങനെ
ഫ്ലോറിൽ ബെഡ് ഇട്ടിട്ട് കിടക്കുമ്പോ. പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട്. രസക്കുട്ടിക്ക് ഉറക്കം വരുമ്പോ ചുമ്മാ കയറി കിടന്നാ മതി അല്ലേടാ? ആരോട് ചോദിക്കാനും പറയാനൊന്നും നിക്കരുത് കേട്ടോ. രസക്കുട്ടി ഇവിടെ കയറി വന്ന് മിടുക്കനായിട്ട് കിടന്ന് ഉറങ്ങിക്കോണം. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. എന്റെ ദൈവമേ, ഇതൊക്കെ എങ്ങനെയാണ്? എന്തിനാ എടുത്തോണ്ട് വന്ന്? മമ്മയുടെ ഇത്. മമ്മയുടെ കൊച്ചു എവിടെന്ന് എടുത്തത്? ചക്ക എവിടെന്ന് എടുത്തത്? കൊണ്ടു കൊടുക്ക, കൊണ്ടുവയ്ക്ക്. നിക്കർ എന്ത് ചെയ്യും? നിക്കറാരും ഒരുക്കള ഞാൻ മാളുവേ. എന്നാലും ഷട്ടി ഇറങ്ങ അതിന് വേണ്ടില്ല, അല്ലെ ഡയപ്പർ ഇതാവും, ലീക്കാവും. അതായത് ഇടയ്ക്ക് നമ്മൾ ഈ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇവിടെ വേദന എടുക്കും. അപ്പം ഇവിടുത്തെ ഒരു ഞെട്ട അങ്ങ് പോയി കഴിയുമ്പോഴേക്കുണ്ട്. ഇവിടെയുണ്ട് താഴെ വിടത്തില്ല. അപ്പം നമ്മൾ ഞൊട്ട ഇടാൻ വേണ്ടി പോകണേ. റിലാക്സ് ചെയ്യട്ടോ ചിക്കു. എനിക്ക് പറ്റത്തില്ല, എനിക്ക് പേടി. റിലാക്സ് ചെയ്യും, മിണ്ടാണ്ടിരിക്കുക. നിങ്ങളുടെ അലപ്പ് കുറയ്ക്കുക. റിലാക്സ് ചെയ്യും, പയ്യെ ശ്വാസം എടുക്കുക. ഇവിടെ അവൾ വയ്യ താഴത്തേക്ക് എത്തിക്കേ. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുവേ. 1 2 യെസ് കേട്ടു. ആണോ സാറേ? ഇനി ഒട്ടും എഴുതത്തില്ല. എന്നിട്ട് ഒന്നും പറ്റിയില്ല. എങ്ങനെയുണ്ട് നോക്കിയേ? നല്ല ആശ്വാസമായോ? അതോ അടിപൊളി കിടക്കുകയാണോ? എങ്ങനെയുണ്ട്? 2 ദിവസത്തേക്ക് സിക്കടിക്കാനുള്ള വകുപ്പായി. ആണോ? അല്ല, പക്ഷെ ഞെട്ടൊടിയുമ്പോ ഞെട്ടലൊടിയുമ്പോൾ അതിനുണ്ടെന്ന് പറയണെന്ന് അറിയില്ല. പക്ഷെ അതായത് ഇവിടെ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ റിലാക്സ് ചെയ്ത് പതുക്കെ മസാജ് ചെയ്തിട്ട് അതൊരു നേക്കുണ്ട്. ഇത് പഞ്ചകർമ്മയൊക്കെ കുറച്ചറിയണം. വെറുതെ പോയി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടുവെ പിടിച്ച് നട്ടലൊടിക്കില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചിക്കൻ ചെയ്ത് കൊടുക്കുന്ന സംഭവം. എന്നാപ്പി കുട്ടി വേണ്ട എന്നാ മമ്മയ്ക്ക് മസാജ് ചെയ്ത് കൊടുത്തേ. മമ്മയ്ക്ക് ആക്ച്വലി സ്ട്രെസ് കൂടുമ്പോ സംഭവം വരും അല്ലേ? ഭയങ്കര സ്ട്രെസ് കൂടുതലുള്ള ദിവസമായിരുന്നു. അതായത് എൻ്റെ മോഡ്യൂളിൽ തന്നെ ആക്ച്വലി ഇന്ന് പിന്നെ നമ്മൾ ഈ ബാലൻസ് ചെയ്ത് ജോലി ചെയ്യണ്ടേ. അപ്പോൾ സ്റ്റാഫുമാരും കുറവെന്ന് പറഞ്ഞാൽ നഴ്സുമാരും കുറവായിരുന്നു. എന്നിട്ട് 4 ഫുൾ പേഷ്യൻസ് ഉണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്ത മൊഡ്യൂളിൽ. എന്നിട്ട് അതിൻ്റെ അത് 4 പേഷ്യൻസിനെ വിടണമായിരുന്നു. അത് ചുമ്മാ ഡിസ്ചാർജ് ചെയ്ത് വിടുമല്ല, നമ്മൾ മറ്റേ ഹോം സർവീസൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വേണമായിരുന്നു വിടാൻ. അപ്പോൾ അതിന് ഭയങ്കര പാടായിരുന്നു. സാറ് നമ്മൾ ഹോം കമ്മ്യൂണിറ്റിയിലാണത് അറേഞ്ച് ചെയ്യേണ്ടത്. പക്ഷേ ഒരു പേഷ്യൻ്റാണെങ്കിൽ അതിൻ്റെ അമ്മ താമസിക്കുന്നത് ഒരു 100 കിലോമീറ്റർ അപ്പുറയാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു. ഒന്നും പറയണ്ട, മൊത്തം നിവരാൻ വയ്യ, കട്ടിലേന്ന് എഴുന്നേക്കാൻ വയ്യ. കൊച്ചിനെ കയറ്റി കിടത്തോ? കൊച്ചിനെ കയറ്റി കിടത്തിക്കോളൂ. ഈ നമ്മുടെ സ്വന്തം ലാംഗ്വേജ് അല്ലാണ്ട് വേറൊരു ലാംഗ്വേജ് നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് കൂടുന്നത്. അതേ സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ഭാഷയിലാകുമ്പോൾ 4 പേരെ ഡിസ്ചാർജ് ആയിട്ട് വിടുന്നു, 4 പേരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു ടീം വർക്ക് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു രസത്തിൽ വരുന്നത്. ഇപ്പം ഇന്നുണ്ടായിരുന്ന ഇത് ഡോക്ടർ എന്ന് പറയുമ്പോഴാണേലും എന്നോട് കുറച്ച് ഹെൽപ്പ് വേണ്ട ഡോക്ടറായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഇച്ചിരി ഡിലേ ആയിട്ടുള്ള ആളായിരുന്നു. അപ്പം അതനുസരിച്ച് നമ്മളും ഡിലേ ആകുന്നു. ലഞ്ച് കഴിഞ്ഞിട്ട് ആകെ 2 മണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിൽ 4 പേരെ ഫിക്സ് ചെയ്യണമായിരുന്നു. അതിൽ 3 പേരുടെ ഈ പറഞ്ഞ പോലെ ഹോം സർവീസ് അറേഞ്ച് ചെയ്യണമായിരുന്നു ഏറ്റവും പാട്. അപ്പം ഈ പറഞ്ഞ 3 ലാംഗ്വേജ് ഇംഗ്ലീഷും അല്ല, നമ്മുടെ ഭാഷയല്ലല്ലോ, ഫിന്നിഷ് സ്വീഡിഷ്, ഇത് രണ്ടുമാണ്. പിറ്റ വരച്ചു പോയി. എൻ്റെ കൂട്ടത്തിലുള്ള ആൾ നമ്മുടെ ലാംഗ്വേജിൽ സാറിന് ഇവിടുത്തുകാരുടെ കൂട്ടത്തിൽ ലോക്കൽസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം ആ കാര്യത്തിൽ നമുക്ക് അങ്ങനെ അധികം സ്ട്രെയിൻ അനുഭവപ്പെടാറില്ല. കാരണം നമ്മൾ ടാസ്ക് എടുക്കുമ്പം നോക്കിയും കണ്ടും ചെയ്യുവാണെങ്കിൽ. പക്ഷെ ഇന്ന് അതും പോസിബിൾ ആയിരുന്നില്ല. എല്ലാം കൂടെ വിലയായിരുന്നു. എന്നാലും സാറിന് ഡ്യൂട്ടി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ സ്ട്രെസ് വീട്ടിൽ കൊണ്ടുവരാറില്ല. നമ്മൾ അത് അവിടെ വെച്ച് തന്നെ മറന്നു പോകണതാണ്. പക്ഷെ ഇന്നത്തെ അത്രമേ ഹെവി ആയിട്ടുള്ള ഡേ ആയിരുന്നു. മണിക്കൂറുകളോളം ഇത് ഓർത്തോണ്ടിരിക്കുക, അത് ചെയ്തോ ഇത് ചെയ്തോ. പക്ഷെ നമ്മളങ്ങനെ ചെയ്യരുതെന്നാണ്. എൻ്റെ ഇടാവേ തല്ലി പൊളിക്കുന്നേ. കാലാണോ? പ്ലേറ്റ് സ്ലേറ്റ് ഇരിക്കുക. അടുത്ത മാസം തൊട്ട് എങ്ങനെ മാനേജ് ചെയ്യും? ഡ്യൂട്ടി, പിള്ളേര്, ചിക്കുവിന്റെ പഠിത്തം
എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ കുറച്ച് നാളായിട്ട് ജിമ്മിൽ പോകുന്നില്ലല്ലോ, ജിമ്മിൽ പോണത് പെൻഡിങ് ആയിപ്പോയി. പക്ഷെ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവായിരുന്നു, എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് ഫോൺ എടുക്കല്ലോ, മമ്മയുടെ ഫോൺ എവിടെ വെച്ച് അത് എടുക്കാൻ പാടില്ല. ഇങ്ങ് തന്നെ മമ്മയുടെ ഫോണാ വെച്ച് വെച്ച് എന്നാ അമ്മയ്ക്ക് കൊടുക്ക, അമ്മയ്ക്ക് കൊടുത്തേ, നോ നോ ഇവിടുത്തെ കുട്ടി കൊടുത്തേ. മമ്മയുടെ ഫോണാ, മമ്മയുടെ ഐതി അന്ന മുല്ലേ മമ്മയുടെ ഇങ്ങ് തന്നെ. മമ്മക്ക് ഇതാ ഫോൺ താ, ഇവിടെ തരാൻ. താന്ന് മമ്മയുടെ ഇവിടുത്താ മമ്മയ്ക്ക് കൊടുത്തേ. നോ നോ കുട്ടി നോ, നീ ഉള്ള റോങ് അടിച്ചിട്ട് ഇപ്പൊ ഡിസേബിൾ ആക്കൽ. ഈശോയേ, എന്റെ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്യാനോ? കണ്ടോ? കണ്ടാ? ഇതെന്നത്? അയ്യോ, നിന്നെ വട്ടോട്ട് പിടിക്കാനുള്ള ശേഷി ഇല്ലടാ ഇന്ന് എനിക്ക്. എന്നെ വെറുതെ വിടറാ. നോ 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 നോ. നമുക്ക് എഴുതാം. ഇവിടെ ഇരിക്കാം, ഇവിടെ കയറി ഇരിക്കാം. ജിമ്മിൽ ഇനിയിപ്പോ റീസ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എന്റെ പെൻഡിങ് കിടക്കല്ലേ. ജിമ്മിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ആക്റ്റീവ് ആവുമേ. നമ്മളിപ്പോൾ വർക്കിൽ എന്തോരം വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ പണി ചെയ്യുന്നുണ്ടെന്നൊന്നും പറയണത് പോലെ അല്ല. വർക്കൗട്ട് അത് ഡിഫറെൻ്റാ. മസിൽ അല്ലേ, നമ്മുടെ ബോഡി മസിൽസിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുമ്പോഴേക്കും ഈവൻ കാർഡിയോ ചെയ്താലും ആ ഒരു ഇത് വരും. എന്തെങ്കിലും ഒരു എക്സർസൈസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നുമില്ല, അതിൻ്റെ ഒരു നല്ലതായിട്ട് അറിയുന്നുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു മസാജ് കിട്ടിയത് ഏറ്റവും ഉറക്കമാണേ. കട്ടിലേപ്പാ എണീക്ക്, വാ കുട്ടി, നമുക്ക് കിടക്കാം. വാ. അപ്പോൾ ഇന്നത്തെ വളരെ ചെറിയ വീഡിയോ ആയത്. ചിക്കു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.